പരിശുദ്ധതയുടെ പറുദീസായിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കത്തോലിക്ക സഭയുടെ റോമൻ കാനനിൽ പേരെടുത്ത് വണങ്ങപ്പെടുന്ന ആദ്യകാല വിശുദ്ധ കന്യകമാരിൽ പ്രമുഖയായ വിശുദ്ധ അഗതയെയാണ്. ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾക്കും നശ്വരമായ അധികാരങ്ങൾക്കും മുൻപിൽ സ്വന്തം കന്യകാത്വവും വിശ്വാസവും പണയം വയ്ക്കാതെ ധീരമായി മരണത്തെ പുൽകിയ വീരനായിക. ക്രൂരമായ ശാരീരിക പീഡനങ്ങളാൽ മുറിവേറ്റപ്പോഴും സ്വർഗീയ മണവാളനായ ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത കാത്തുസൂക്ഷിച്ച അഗതയുടെ വിസ്മയകരമായ ജീവിതത്തിലേക്കും രക്തസാക്ഷിത്വത്തിലേക്കും നമുക്ക് പ്രവേശിക്കാം. AD 231 ഇറ്റലിയിലെ സിസിലിയയിലുള്ള കാറ്റാനിയ എന്ന നഗരത്തിലാണ് അഗത ജനിച്ചത്. അത്യധികം സമ്പന്നവും കുലീനവുമായ ഒരു റോമൻ കുടുംബത്തിലായിരുന്നു അവളുടെ ജനനം. ചെറുപ്പം മുതൽക്കേ അതീവ സുന്ദരിയായിരുന്ന അഗതയെ മാതാപിതാക്കൾ എല്ലാവിധ സുഖസൗകര്യങ്ങളിലും വിജ്ഞാനത്തിലുമാണ് വളർത്തിയത്. എന്നാൽ ലൗകികമായ ആഡംബരങ്ങളെക്കാൾ അവളുടെ ഹൃദയത്തെ ആകർഷിച്ചത് ഈശോയോടുള്ള ആഴമേറിയ സ്നേഹമായിരുന്നു. തൻ്റെ കൗമാരപ്രായത്തിൽ തന്നെ അവൾ ഒരു വലിയ തീരുമാനമെടുത്തു. ലോകത്തിലെ ഒരു മനുഷ്യനെയും വിവാഹം കഴിക്കുകയില്ലെന്നും തൻ്റെ കന്യകാത്വവും ജീവിതവും സ്വർഗീയ മണവാളനായ യേശുക്രിസ്തുവിനെ മാത്രമായി സമർപ്പിക്കുമെന്നും അവൾ പ്രതിജ്ഞ ചെയ്തു. സഭയുടെ ആദ്യകാല പാരമ്പര്യമനുസരിച്ച് അവൾ ഒരു കന്യകയായി സമർപ്പിക്കപ്പെട്ടവൾ എന്ന പദവി സ്വീകരിച്ചു. ഇതിൻ്റെ അടയാളമായി അവൾ ഒരു പ്രത്യേക മൂടുപടം ധരിക്കാറുണ്ടായിരുന്നു. അവളുടെ ഭക്തിയും വിശുദ്ധിയും കാറ്റാനിയ നഗരത്തിൽ എല്ലാവർക്കും മാതൃകയായിരുന്നു. പാവപ്പെട്ടവരെ സഹായിക്കാനും പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാനും അവൾ ശ്രദ്ധിച്ചു. ലോകം നൽകുന്ന എല്ലാവിധ സുഖങ്ങളും പദവികളും സ്വന്തമാക്കാൻ അവസരമുണ്ടായിരുന്നിട്ടും ക്രിസ്തുവിൻ്റെ ദാസിയായി ജീവിക്കുന്നതിലാണ് അവൾ യഥാർത്ഥ സന്തോഷം കണ്ടെത്തിയത്. അവളുടെ ഉള്ളിൽ ജ്വലിച്ചു നിന്ന ആത്മീയ പ്രകാശം അവളുടെ മുഖത്തും ദൃശ്യമായിരുന്നു. അക്കാലത്ത് റോമ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾ വലിയ ഭീതിയിലാണ് കഴിഞ്ഞിരുന്നത്. എങ്കിലും അഗത തൻ്റെ സമർപ്പണത്തിൽ ഉറച്ചു നിന്നു. ലൗകിക സുഖങ്ങളേക്കാൾ വലിയൊരു ആത്മീയ സമ്പത്ത് തനിക്കുണ്ടെന്ന ബോധ്യം ആ കൊച്ചു പെൺകുട്ടിക്കുണ്ടായിരുന്നു. ഒരു വലിയ വിശ്വാസ പോരാട്ടത്തിന് മുന്നോടിയായി ദൈവം അവളെ പ്രാർത്ഥനയുടെയും നിർമ്മലതയുടെയും വഴിയിലൂടെ ഒരുക്കുകയായിരുന്നു അവിടെ. AD 250 ഡെഷ്യസ് ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരെ ക്രൂരമായ പീഡന ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ സമയത്ത് സിസിലിയയിലെ റോമൻ ഗവർണറായി നിയമിതനായത് കെറ്റിയാനസ് എന്ന ക്രൂരനായ മനുഷ്യനായിരുന്നു. അഗതയുടെ അസാധാരണമായ സൗന്ദര്യത്തെക്കുറിച്ചും അവളുടെ കുടുംബത്തിൻ്റെ വലിയ സമ്പത്തിനെക്കുറിച്ചും അദ്ദേഹം കേട്ടറിഞ്ഞു. അഗതയെ വിവാഹം കഴിച്ച് അവളുടെ സമ്പത്ത് മുഴുവൻ സ്വന്തമാക്കാൻ ഗവർണർ പദ്ധതിയിട്ടു. അഗത ഒരു ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കിയ കെറ്റിയാനസ് അതിനെ ഒരു ആയുധമാക്കി മാറ്റി. റോമൻ നിയമപ്രകാരം ക്രിസ്ത്യാനിയായിരിക്കുന്നത് കുറ്റമായതുകൊണ്ട് അവളെ കൊട്ടാരത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരുവാൻ അദ്ദേഹം സൈനികർക്ക് നിർദ്ദേശം നൽകി. സൈനികർ അവളുടെ വീട്ടിലെത്തിയപ്പോൾ അഗത ഒട്ടും ഭയപ്പെട്ടില്ല. ഇത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയോടെ അവൾ ഗവർണറുടെ കൊട്ടാരത്തിലേക്ക് നടന്നു. ഗവർണറുടെ മുൻപിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ അഗത ധീരമായി നിന്നു. കെറ്റിയാനസ് അവളുടെ മുൻപിൽ 2 വഴികൾ വെച്ചു. ഒന്നുകിൽ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് റോമൻ ദേവന്മാർക്ക് ബലിയർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി കൊട്ടാരത്തിലെ രാജ്ഞിയായി ജീവിക്കുക, അല്ലെങ്കിൽ ക്രൂരമായ പീഡനങ്ങളും മരണവും ഏറ്റുവാങ്ങുക. എന്നാൽ അഗത ഒട്ടും മടിക്കാതെ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ചക്രവർത്തിമാരുടെ പദവികളേക്കാൾ വലിയവനാണ് എൻ്റെ ദൈവം.
അവിടുത്തെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ല. അഗതയുടെ ഈ ഉറച്ച മറുപടി ഗവർണറെ അത്ഭുതപ്പെടുത്തുകയും ഒപ്പം ക്രോധിപ്പിക്കുകയും ചെയ്തു. അവളെ നേരിട്ട് പീഡിപ്പിക്കുന്നതിന് മുൻപ് അവളുടെ മനസ്സ് മാറ്റാനായി അദ്ദേഹം ഒരു കുതന്ത്രം പ്രയോഗിച്ചു. അഫ്രോഡിസിയ എന്നു പേരുള്ള അനാശാസ്യ ജീവിതം നയിച്ചിരുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് അഗതയെ അയക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. 30 ദിവസത്തോളം ആ വീട്ടിൽ പാർപ്പിച്ച് അഗതയുടെ നിർമ്മലത തകർക്കാനായിരുന്നു ഗവർണറുടെ ലക്ഷ്യം. അഫ്രോഡിസിയയും അവളുടെ മക്കളും ചേർന്ന് അഗതയെ ലോകത്തിൻ്റെ സുഖങ്ങളിലേക്ക് ആകർഷിക്കാനാവത് ശ്രമിച്ചു. ആഡംബര വസ്ത്രങ്ങളും ആഭരണങ്ങളും നൃത്തവും ലൗകിക സുഖങ്ങളും അവർ അവളുടെ മുൻപിൽ വെച്ചു. എന്നാൽ അഗത ആ വീട്ടിനുള്ളിലും ഒരു വലിയ കോട്ട പോലെ ഉറച്ചു നിന്നു. അവളുടെ ഉള്ളിലെ പ്രാർത്ഥനയുടെ അഗ്നിയെ കെടുത്താൻ ആ അശുദ്ധിയുടെ അന്തരീക്ഷത്തിന് കഴിഞ്ഞില്ല. അവൾ നിരന്തരം ദൈവത്തോട് കണ്ണുനീരോടെ തൻ്റെ നിർമ്മലത കാക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 30 ദിവസങ്ങൾക്ക് ശേഷം അഫ്രോഡിസിയ ഗവർണറുടെ അടുക്കൽ തിരിച്ചെത്തി തൻ്റെ പരാജയം സമ്മതിച്ചു. അവൾ പറഞ്ഞു, പ്രഭോ, ആ പെൺകുട്ടിയുടെ മനസ്സ് മാറ്റാൻ ആർക്കും സാധിക്കില്ല. പാറയേക്കാൾ കടുപ്പമുള്ളതാണ് അവളുടെ നിശ്ചയദാർഢ്യം. സ്വർണത്തെക്കാളും വജ്രത്തെക്കാളും അവൾ വിലമതിക്കുന്നത് അവളുടെ ക്രിസ്തുവിനെയാണ്. അവളെ മാറ്റാൻ ശ്രമിക്കുന്നത് വജ്രം കൊണ്ട് ഇരുമ്പ് മുറിക്കാൻ ശ്രമിക്കുന്നത് പോലെ വ്യർത്ഥമാണ്. ഇത് കേട്ട് ഗവർണർ അത്യധികം ക്രോധിതനായി അഗതയെ വീണ്ടും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. അവളോട് ചോദിച്ചു, ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച നീ എങ്ങനെയാണ് ഒരു ദാസിയെപ്പോലെ ഈ ക്രിസ്തുവിനെ വണങ്ങുന്നത്? അഗത മറുപടി നൽകി, ക്രിസ്തുവിൻ്റെ ദാസിയായിരിക്കുക എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യവും രാജകീയതയും. നിങ്ങളുടെ ലൗകിക പദവികൾ വെറും നിഴലുകൾ മാത്രമാണ്. അവളുടെ ധീരമായ വാക്കുകൾ സഹിക്കാൻ കഴിയാതെ കെറ്റിയാനസ് അവളെ റോമിലെ ഇരുമ്പ് തടവറയിൽ അടയ്ക്കാൻ ഉത്തരവിട്ടു. കനത്ത ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അവളെ ദിവസങ്ങളോളം പട്ടിണിക്കിട്ടു. എന്നാൽ തടവറയിലെ ഈ ഇരുണ്ട നാളുകളിലും ഈശോയുടെ സാന്നിധ്യം അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു വലിയ രക്തസാക്ഷിത്വത്തിൻ്റെ കനൽപാതയിലേക്ക് ആ വിശുദ്ധ കന്യക പൂർണ്ണമായ സമർപ്പണത്തോടെ നടന്നു കയറുകയായിരുന്നു അവിടെ. പിറ്റേ ദിവസം ഗവർണർ അവളെ വീണ്ടും വിചാരണയ്ക്ക് ഹാജരാക്കി. റോമൻ ദേവന്മാർക്ക് ബലിയർപ്പിക്കാൻ അവൾ വിസമ്മതിച്ചപ്പോൾ അവളെ ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കാൻ അദ്ദേഹം സൈനികർക്ക് നിർദ്ദേശം നൽകി. സൈനികർ അവളെ ഒരു തൂണിൽ കെട്ടിയിട്ട് ഇരുമ്പ് കൊളുത്തുകൾ കൊണ്ട് അവളുടെ ശരീരം കീറിമുറിച്ചു. രക്തം വാർന്നൊഴുകിയപ്പോഴും അവൾ മന്ത്രിച്ചു, ഈശോയെ, ഈ സഹനങ്ങളെല്ലാം അങ്ങയോടുള്ള സ്നേഹത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. അഗതയുടെ അചഞ്ചലമായ ഭാവം കണ്ട് ഗവർണർ കൂടുതൽ ക്രൂരമായ ഒരു ശിക്ഷാവിധി നടപ്പാക്കാൻ ഉത്തരവിട്ടു. സഭാ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ പീഡനങ്ങളിൽ ഒന്നായിരുന്നു അത്. അവളുടെ സ്ഥലങ്ങൾ ഛേദിച്ചു കളയാൻ അദ്ദേഹം കൽപ്പിച്ചു. സൈനികർ ഇരുമ്പ് കത്രികകൾ കൊണ്ട് ആ ക്രൂരത നടപ്പാക്കി. സ്ത്രീത്വത്തെ മുഴുവൻ അപമാനിക്കുന്ന കഠിനമായ വേദനയിലും അഗത ഗവർണറെ നോക്കി ധീരമായി സംസാരിച്ചു. അവൾ ഗവർണറോട് പറഞ്ഞു, ക്രൂരമായ ഭരണാധികാരി, സ്വന്തം അമ്മയുടെ സ്ഥലങ്ങളിൽ നിന്ന് പാൽ കുടിച്ചു വളർന്ന നിനക്ക് ഒരു സ്ത്രീയുടെ ശരീരത്തോടെ ഈ ക്രൂരത ചെയ്യുവാൻ ലജ്ജ തോന്നുന്നില്ലേ? നീ എൻ്റെ ശരീരത്തിലെ സ്ഥലങ്ങൾ മുറിച്ചു മാറ്റിയാലും എൻ്റെ ആത്മാവിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഉറവ കെടുത്താൻ നിനക്ക് കഴിയുകയില്ല. ആ ക്രൂരമായ പീഡനത്തിന് ശേഷം അവൾക്ക് യാതൊരുവിധ ചികിത്സയോ ആഹാരമോ വെള്ളമോ നൽകരുതെന്നും അവളെ വീണ്ടും ഇരുമ്പ് തടവറയിലേക്ക് വലിച്ചെറിയണമെന്നും ഗവർണർ ഉത്തരവിട്ടു. ചോര വാർന്ന് അവൾ ജയിലിനുള്ളിൽ കിടന്ന് മരിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. എന്നാൽ ദൈവത്തിൻ്റെ കരം ആ മകളെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. സ്വർഗീയമായ ഒരു വലിയ അത്ഭുതം ആ തടവറയിൽ അവൾക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തടവറയിലെ ഇരുട്ടിൽ കഠിനമായ വേദനയോട് കിടക്കുമ്പോൾ അഗത നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അർദ്ധരാത്രിയായപ്പോൾ ജയിലിനുള്ളിൽ അത്ഭുതകരമായ ഒരു വലിയ പ്രകാശം ദൃശ്യമായി.
ആ പ്രകാശത്തിനുള്ളിൽ പ്രായമുള്ള ഒരു പുരുഷനും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കൊച്ചുകുട്ടിയും നിൽക്കുന്നത് അഗത കണ്ടു. ആ വന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രധാന ശിഷ്യനായ വിശുദ്ധ പത്രോസ്ലീഹായായിരുന്നു. കൂടെയുണ്ടായിരുന്നത് ഒരു മാലാഖയുമായിരുന്നു. വിശുദ്ധ പത്രോസ് അഗതയുടെ അടുക്കൽ ചെന്ന് അവളുടെ ധീരതയെ അഭിനന്ദിച്ചു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവളെ സുഖപ്പെടുത്താനാണ് താൻ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. എന്നാൽ വിനയവതിയായ അഗത പറഞ്ഞു, എൻ്റെ പ്രിയ പിതാവേ, ലൗകികമായ സൗഖ്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ഭാഗ്യം. എന്നാൽ ഇത് ദൈവഹിതമാണെന്ന് പറഞ്ഞ് പത്രോസ്ലീഹ അവളുടെ മുറിവുകളിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ജയിലിനുള്ളിൽ വലിയൊരു സ്വർഗീയ സുഗന്ധം പരക്കുകയും അഗതയുടെ ശരീരത്തിലെ മുറിവുകളെല്ലാം അത്ഭുതകരമായി ഉണങ്ങുകയും ചെയ്തു. മുറിച്ചു മാറ്റപ്പെട്ട അവളുടെ സ്ഥലങ്ങൾ പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെട്ടു. അവൾക്ക് പൂർണ്ണമായ ആരോഗ്യവും സൗന്ദര്യവും തിരികെ ലഭിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം പത്രോസ്ലീഹായും മാലാഖയും അവിടെ നിന്ന് അപ്രത്യക്ഷരായി. ജയിലിൻ്റെ വാതിലുകൾ അത്ഭുതകരമായി തുറക്കപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന ജയിൽ കാവൽക്കാർ ഈ അത്ഭുതം കണ്ട് ഭയന്നോടിപ്പോയി. ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ അഗതയ്ക്ക് അവസരമുണ്ടായിരുന്നിട്ടും അവൾ അവിടെ തന്നെ തുടർന്നു. അവൾ പറഞ്ഞു, ദൈവം എന്നെ അത്ഭുതകരമായി സുഖപ്പെടുത്തിയിരിക്കുന്നു. എങ്കിലും എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എൻ്റെ മണവാളൻ്റെ അടുക്കൽ എത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം ആ കുഞ്ഞിന് ചുറ്റുമുണ്ടായിരുന്നു. പിറ്റേ ദിവസം അഗത ജീവനോടെയുണ്ടെന്ന് മാത്രമല്ല, പൂർണ്ണ ആരോഗ്യവതിയായി ഇരിക്കുന്നുവെന്ന വാർത്ത ഗവർണർ കെറ്റിയാനസ് അറിഞ്ഞു. വിശ്വസിക്കാൻ കഴിയാതെ അദ്ദേഹം അവളെ വീണ്ടും വിളിപ്പിച്ചു. അവളുടെ ശരീരത്തിൽ യാതൊരു മുറിവുമില്ലാതെ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് കണ്ട് ഗവർണർ സ്തബ്ധനായി. ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന് തിരക്കിയപ്പോൾ ക്രിസ്തു തൻ്റെ അപ്പസ്തോലനായ പത്രോസിലൂടെ എന്നെ സുഖപ്പെടുത്തിയെന്ന് അവൾ പ്രഖ്യാപിച്ചു. താൻ വീണ്ടും തോൽപ്പിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ഗവർണറുടെ ക്രൂരത അതിൻ്റെ അന്തിമഘട്ടത്തിലെത്തി. നഗരചതുരത്തിൽ വലിയൊരു തീ കൂട്ടി. അതിൽ ചുട്ടുപഴുത്ത കളിമൺ കട്ടകളും കനലുകളും നിരത്താൻ അദ്ദേഹം ഉത്തരവിട്ടു. നഗ്നയാക്കപ്പെട്ട അഗതയെ ആ ചുട്ടുപഴുത്ത കനലുകളിലേക്ക് തള്ളിവിട്ടു. തീയുടെ കടുത്ത ചൂടിൽ കിടക്കുമ്പോഴും അവൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അഗത കനലിൽ കിടന്ന് ഉരുകുമ്പോൾ പെട്ടെന്ന് കറ്റാനിയ നഗരത്തിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. ഗവർണറുടെ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം തകരുകയും ചക്രവർത്തിയുടെ അടുത്ത സുഹൃത്തുക്കളായ 2 ഉദ്യോഗസ്ഥർ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് അവിടെ തന്നെ മരിക്കുകയും ചെയ്തു. അഗതയോട് ചെയ്ത ക്രൂരത കാരണമാണ് ദൈവകോപത്താൽ ഈ ഭൂകമ്പം ഉണ്ടായതെന്ന് പറഞ്ഞ് നഗരത്തിലെ ജനങ്ങൾ ഗവർണർക്കെതിരെ തിരിഞ്ഞു. ജനക്കൂട്ടം അക്രമാസക്തരാകുമെന്ന് ഭയന്ന ഗവർണർ അഗതയെ കനലിൽ നിന്ന് മാറ്റി വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകാൻ സൈനികർക്ക് നിർദ്ദേശം നൽകി. കനലിലെ പീഡനമേറ്റ അവളുടെ ശരീരം മുഴുവൻ വെന്തിട്ടുണ്ടായിരുന്നു. എങ്കിലും അവളുടെ ആത്മാവ് വിജയശ്രീ ലാളിതയായിരുന്നു. തിന്മയുടെ ആയുധങ്ങളെല്ലാം ഒരു കൊച്ചു പെൺകുട്ടിയുടെ വിശുദ്ധിക്ക് മുൻപിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാറ്റാനിയ നഗരം കണ്ടത്. തടവറയിൽ തിരിച്ചെത്തിയ അഗത തൻ്റെ അന്തിമ നിമിഷങ്ങൾ അടുത്തുവെന്ന് മനസ്സിലാക്കി. അവൾ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എൻ്റെ നാഥനായ ദൈവമേ, കുട്ടിക്കാലം മുതൽ എന്നെ കാത്തു സൂക്ഷിച്ചവനെ, ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് എൻ്റെ ശരീരത്തെ നിർമ്മലമായി കാത്തവനെ, ഈ സഹനങ്ങളെല്ലാം സ്വീകരിച്ച് എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് കൈക്കൊള്ളണമേ. പ്രാർത്ഥന പൂർത്തിയാക്കിയ നിമിഷം AD 251 ഫെബ്രുവരി 5 അഗത തൻ്റെ ആത്മാവിനെ സ്വർഗീയ മണവാളിൻ്റെ കൈകളിൽ സമർപ്പിച്ചുകൊണ്ട് നിത്യതയിലേക്ക് യാത്രയായി. ആ കൊച്ചു കന്യക തൻ്റെ വിശുദ്ധിയുടെ പരീക്ഷണം പൂർണ്ണമായി ജയിച്ചിരുന്നു. അവൾ മരിച്ച വാർത്തയറിഞ്ഞ കാറ്റാനിയിലെ ക്രിസ്ത്യാനികളും സാധാരണ ജനങ്ങളും വലിയ ഭക്തിയോടെ അവളുടെ ഭൗതിക ശരീരം സംസ്കരിക്കാനായി എത്തിച്ചേർന്നു. അവളുടെ ശവസംസ്കാര സമയത്ത് അത്ഭുതകരമായ ഒരു സംഭവം നടന്നു. വെള്ള വസ്ത്രം ധരിച്ച സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ 100ഓളം കുട്ടികളോടൊപ്പം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ നഗരത്തിൽ ആരും അതുവരെ കണ്ടിട്ടില്ലാത്ത ആളായിരുന്നു അദ്ദേഹം.
അദ്ദേഹം അഗതയുടെ കബറിടത്തിങ്കൽ ഒരു മനോഹരമായ മാർബിൾ ശിലാഫലകം വച്ചതിനു ശേഷം പെട്ടെന്ന് അപ്രത്യക്ഷനായി. അത് ദൈവത്തിൻ്റെ മാലാഖയായിരുന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ആ ശിലാഫലകത്തിൽ ലത്തീൻ ഭാഷയിൽ ഇങ്ങനെ കൊത്തിവച്ചിട്ടുണ്ടായിരുന്നു: വിശുദ്ധവും നിർമ്മലവുമായ മനസ്സ്, ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ജീവിതം. രാജ്യത്തിൻ്റെ സംരക്ഷക. ഈ ദൈവിക സാക്ഷ്യം അഗതയുടെ വിശുദ്ധിക്ക് സ്വർഗം നൽകിയ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു. ജനങ്ങൾ ആ കബറിടത്തെ പവിത്രമായി വണങ്ങാൻ തുടങ്ങി. വിശുദ്ധ അഗത മരിച്ച് കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ കാറ്റാനിയ നഗരത്തിന് തൊട്ടടുത്തുള്ള പ്രശസ്തമായ എറ്റ്ന അഗ്നിപർവ്വതം അതിശക്തമായി പൊട്ടിത്തെറിച്ചു. ചുട്ടുപഴുത്ത ലാവാ പ്രവാഹം നഗരത്തെ മുഴുവൻ വിഴുങ്ങാനായി അതിവേഗം ഒഴുകി വന്നു. ഭയവിഹുലരായ ജനങ്ങൾ ഓടിച്ചെന്ന അഗതയുടെ കബറിടത്തിങ്കൽ നിന്ന് അവരുടെ ഒരു വിശുദ്ധ മൂടുപടം കൈകളിലെടുത്തു. അവർ ആ മൂടുപടവുമായി ഒഴുകിവന്ന ലാവാ പ്രവാഹത്തിന് മുൻപിൽ ചെന്ന് പ്രാർത്ഥനയോടെ നിന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, അഗതയുടെ ആ മൂടുപടം നീട്ടിയ നിമിഷം ഒഴുകി വന്ന ലാവാ പ്രവാഹം അവിടെ വെച്ച് തന്നെ നിശ്ചലമാവുകയും അതിൻ്റെ ദിശ മാറിപ്പോവുകയും ചെയ്തു. നഗരം വലിയൊരു ദുരന്തത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെട്ടു. ഫെബ്രുവരി 5-ാം തീയതിയായിരുന്നു ഈ അത്ഭുതം നടന്നത്. ഈ വലിയ അത്ഭുതത്തോടെയാണ് വിശുദ്ധ അഗത കാറ്റാനിയ നഗരത്തിൻ്റെയും സിസിലിയയുടെയും ഔദ്യോഗിക സംരക്ഷകയായി വണങ്ങപ്പെടാൻ തുടങ്ങിയത്. പിൽക്കാലത്തും അനേകം തവണ എറ്റ്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചപ്പോഴെല്ലാം ഭക്തർ അഗതയുടെ മാധ്യസ്ഥം തേടുകയും നഗരം അത്ഭുതകരമായി സംരക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രകൃതിയുടെ ശക്തികളേക്കാൾ വലുതാണ് ഒരു വിശുദ്ധയുടെ പ്രാർത്ഥനയെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു. ഇന്നും കാറ്റാനിയ നഗരത്തിലെ ജനങ്ങൾ അഗതയെ തങ്ങളുടെ കാവൽ മാലാഖയായിട്ടാണ് കാണുന്നത്. ദുരന്തങ്ങളുടെയും ആപത്തുകളുടെയും സമയത്ത് അഗതയുടെ തിരുശേഷിപ്പുകൾ വഹിച്ചുകൊണ്ട് അവർ നഗരത്തിലൂടെ വലിയ പ്രഘോഷണ യാത്രകൾ നടത്താറുണ്ട്. ഒരു കൊച്ചു പെൺകുട്ടിയുടെ വിശ്വാസം മരണശേഷവും ഒരു നഗരത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന വലിയൊരു കോട്ടയായി നിലനിൽക്കുന്നു. കത്തോലിക്ക സഭ വിശുദ്ധ അഗതയെ വളരെ സവിശേഷമായ ചില നിയോഗങ്ങളുടെ മധ്യസ്ഥയായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവളുടെ ശരീരത്തിൽ നേരിട്ട ആ ക്രൂരമായ പീഡനത്തിൻ്റെ ഓർമ്മയ്ക്കായി അവൾ സ്തനാർബുദ രോഗികളുടെയും സ്തനസംബന്ധമായ അസുഖങ്ങൾ അനുഭവിക്കുന്ന അമ്മമാരുടെയും പ്രത്യേക മധ്യസ്ഥയാണ്. രോഗത്തിൽ കഴിയുന്ന അനേകം സ്ത്രീകൾ അഗതയുടെ മാധ്യസ്ഥം തേടി ആശ്വാസം കണ്ടെത്തുന്നു. കൂടാതെ എറ്റ്ന അഗ്നിപർവ്വതത്തിലെ ലാവാ പ്രവാഹത്തെ തടഞ്ഞ അത്ഭുതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവൾ അഗ്നിശമന സേനാംഗങ്ങളുടെയും തീപിടുത്തങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിൻ്റെയും മധ്യസ്ഥയാണ്. കടുത്ത ചൂടിലും തീയിലും ജോലി ചെയ്യുന്നവർ അഗതയെ തങ്ങളുടെ കാവൽക്കാരിയായി കണ്ടു വണങ്ങുന്നു. ഭൂകമ്പങ്ങളിൽ നിന്നും ഉള്ള സംരക്ഷണത്തിനായും അവളോട് പ്രാർത്ഥിക്കാറുണ്ട്. അഗതയെ ചിത്രീകരിക്കുമ്പോൾ എപ്പോഴും അവളുടെ കയ്യിൽ ഒരു താലത്തിൽ മുറിച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങളുടെ പ്രതീകം കാണാൻ സാധിക്കും. ശത്രുക്കൾ അവളെ അപമാനിക്കാൻ ഉപയോഗിച്ച ആ മുറിവുകൾ ഇന്നും സ്വർഗത്തിൽ അവളുടെ വലിയ വിജയത്തിൻ്റെ ചിഹ്നങ്ങളാണ്. കൂടാതെ അവളുടെ കയ്യിൽ രക്തസാക്ഷിത്വത്തിൻ്റെ ഈന്തപ്പനയോലയും കാണാം. ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്ര ലോകത്തും സ്തനാർബുദ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണങ്ങളുടെ ആത്മീയ പ്രതീകമായി വിശുദ്ധ അഗതയെ വണങ്ങാറുണ്ട്. വേദന അനുഭവിക്കുന്ന ഓരോ സ്ത്രീക്കും ധൈര്യത്തോടെ നിലകൊള്ളാൻ അഗതയുടെ ജീവിതം വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. നിർമ്മലതയുടെ വില. ലോകത്തിൻ്റെ സർവ്വസുഖങ്ങളും പദവികളും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടും സ്വന്തം വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ അഗത കാണിച്ച മനസ്സ് വലിയൊരു പാഠമാണ്. ഭയമില്ലാത്ത വിശ്വാസം. ഗവർണർമാരുടെയും ഭരണാധികാരികളുടെയും മുൻപിൽ ഒട്ടും പതറാതെ ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുക. സഹനങ്ങളെ സ്നേഹിക്കുക. പീഡനങ്ങളുടെ കഠിന വേദനയിലും ദൈവത്തെ സ്തുതിക്കാനുള്ള ആത്മീയ കരുത്ത് സ്വന്തമാക്കുക. ദൈവിക സൗഖ്യം. മനുഷ്യർ കൈവിട്ടാലും ദൈവം തൻ്റെ വിശ്വസ്തരെ അത്ഭുതകരമായി സൗഖ്യമാക്കും. ആപത്തുകളിലെ സംരക്ഷണം.
പ്രകൃതി ദുരന്തങ്ങളിലും തീപിടുത്തങ്ങളിലും ദൈവത്തിൻ്റെ മധ്യസ്ഥയായി അഗത നമുക്ക് തുണയാകുന്നു. സ്ത്രീത്വത്തിൻ്റെ അഭിമാനം. കടുത്ത അവമാനങ്ങളുടെ നടുവിലും സ്വന്തം ആത്മാഭിമാനവും വിശ്വാസവും ഉയർത്തിപ്പിടിക്കുക. വിശുദ്ധ അഗത. അധികാരത്തിൻ്റെ ചെങ്കോലുകളേക്കാൾ സ്വർഗീയ മണവാളിൻ്റെ സ്നേഹത്തെ വിലമതിച്ച സഭയുടെ പ്രിയ കന്യക. സിസിലിയയുടെ മണ്ണിൽ കനലുകൾക്കും ക്രൂരതകൾക്കും മുൻപിൽ അവൾ കാണിച്ചു തന്നത് മരണത്തെപ്പോലും തോൽപ്പിച്ച വിശുദ്ധിയുടെ അതിശയിപ്പിക്കുന്ന പ്രകാശമാണ്. സ്വന്തം ജീവിതം ഒരു നിർമ്മല പുഷ്പമായി ദൈവത്തിന് സമർപ്പിച്ച അഗതയുടെ ചരിത്രം ആധുനിക ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിത സാഹചര്യങ്ങളിൽ അഗതയുടെ ജീവിതത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഉപഭോഗ സംസ്കാരവും മൂല്യച്യുതികളും നമ്മുടെ യുവതലമുറയുടെ നിർമ്മലതയെയും മൂല്യങ്ങളെയും നശിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയുടെ മൂടുപടം കാത്തു സൂക്ഷിച്ച അഗത വലിയൊരു വെല്ലുവിളിയാണ് കാട്ടിത്തന്നത്. ശരീര സൗന്ദര്യത്തിനും ലൗകിക പദവികൾക്കും അമിത പ്രാധാന്യം നൽകുന്ന ഇന്നത്തെ ലോകത്തോട് ആത്മാവിൻ്റെ ശുദ്ധിയും ദൈവത്തോടുള്ള വിശ്വസ്തതയുമാണ് യഥാർത്ഥ സൗന്ദര്യമെന്ന് അവൾ വിളിച്ചു പറയുന്നു. സ്തനാർബുദം പോലെയുള്ള മാരക രോഗങ്ങളാൽ തളർന്നു പോകുന്ന അനേകം സ്ത്രീകൾക്ക് വേദനകളെ ധീരമായി നേരിട്ട ഈ വിശുദ്ധ പ്രത്യാശയുടെ വലിയൊരു വഴികാട്ടിയാണ്. നമ്മുടെ സമൂഹത്തിലെ യുവതലമുറയെ മൂല്യബോധമുള്ളവരായി വളർത്താൻ ഈ വിശുദ്ധ കന്യകയുടെ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. അനീതികൾക്കും പ്രലോഭനങ്ങൾക്കും മുൻപിൽ പതറാതെ നിൽക്കാനും ജീവിതത്തിലെ അഗ്നിപരീക്ഷകളിൽ ദൈവത്തിൽ മാത്രം അഭയം തേടാനും അഗതയുടെ സ്മരണകൾ നമുക്ക് ആത്മവീര്യം പകരട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളിൽ ഈ നിർമ്മല പ്രകാശത്തിൻ്റെ മാധ്യസ്ഥം എന്നും ഒരു വലിയ കാവലായി കൂടെയുണ്ടാകട്ടെ. പരിശുദ്ധതയുടെ പറുദീസയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. അന്ധകാരത്തിൻ്റെ നിഴലുകൾ മാറ്റി വിശുദ്ധിയുടെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കാൻ വിശുദ്ധ അഗതയുടെ മാധ്യസ്ഥം എന്നും തുണയായിരിക്കട്ടെ. ഈ വിശുദ്ധ ജീവിതം പകർന്നു തന്ന ആത്മീയ ഊർജം നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രതിഫലിക്കട്ടെ. മറ്റൊരു പുണ്യാത്മാവിൻ്റെ വിശുദ്ധിയും ആത്മീയ പാഠങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.